मैडम सारा मैडम അതെ ചേച്ചിയുടെ കൊടുങ്കാറ്റ് പോലുള്ള വരവും പറച്ചിലും ഒക്കെ പെട്ടെന്ന് ഇടായിപ്പോയി. എന്തൊക്കെയാ അവര് വിളിച്ചു പറഞ്ഞിട്ട് പോയത്? അല്ല ചേച്ചി പറഞ്ഞതിൽ പകുതിയും സാറാമ്മ മേഡം കാര്യമാക്കി എടുക്കരുത്. അപ്പൊ ബാക്കി പകുതിയോ? അത് നമ്മൾ കാര്യമാക്കണേ ഇല്ലല്ലോ. അതെ ഞാൻ തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. അങ്ങനല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇയാൾക്കെന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ വല്ല അവരോട് പറഞ്ഞോ? എന്താ സാറാമ്മയോട് ഇങ്ങനെ പറയണേ? ഞാൻ അങ്ങനെ പറയോ? പിന്നെ ആ മുഴക്കിനെടുക്കാൻ പെണ്ണുമ്പിളേതൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ. അത് വിവരല്ലാണ്ടാണേ, അല്ലാണ്ട് ഇങ്ങനെയൊക്കെ പറയോ? ഒന്നാമത്തെ ഞാൻ അങ്ങനെ സാറാമ്മ പോലുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുവോ? അല്ല അതിനുള്ള യോഗ്യത ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം എനിക്കുണ്ടല്ലോ. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇമാതിരി ചീത്തപ്പേരും കേട്ടോണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സ്ഥലം മാറുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് മാഡം. ഇതൊരു വിവരക്കേടായിട്ട് അങ്ങോട്ട് കണക്കാക്കിയാ പോരെ? വിവരക്കേടാന്നും പറഞ്ഞോണ്ട് ഇമാതിരി കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അതെ, ചേച്ചി നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണല്ലോ. അപ്പൊ നമ്മളെ പോലെ ഇങ്ങനെ പുരോഗമന ചിന്താധികാരുടെ ഒരു അടുത്ത ഇടപെടലും സംസാരമൊക്കെ കാണുമ്പോ അവർക്ക് ഇതൊക്കെ പ്രണയമായിട്ടൊക്കെ തോന്നുകയാണ്. എന്തപ്പോ ചെയ്യാ നമ്മള്? എന്താണേലും കൊള്ളാം. ഇനി ഇതുപോലെ അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ സ്ഥലം മാറുകയാണ്. അതിനൊരു മാറ്റവും ഇല്ല. മാഡം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എനിക്കത് വലിയൊരു അടിയായി പോകും. ചെയ്യരുത്. മാത്രല്ല മാഡം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ ചേച്ചി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടോ എന്ന് വരെ ചിന്തിക്കുവേ. എന്തൊരു കഷ്ടമായത്. ഇനി ഇതുപോലെ അവര് പറയത്തില്ലെന്ന് എന്താ ഉറപ്പ്? ഉറപ്പ് പറയില്ലല്ലോ, പറയിപ്പിക്കില്ല. ഞാൻ പറഞ്ഞാല് പറയില്ല. പറഞ്ഞാല് ഞാൻ സ്ഥലം മാറും. അതെന്താന്ന് വെച്ചാൽ പങ്കജാക്ഷൻ നോക്കിക്കോണം. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കില്ല. ഇനി മേലെ അവർ എന്റെ മുറി കയറി ഇമാതിരി വർത്താനം പറയാൻ പാടില്ല എന്ന് തന്നെയല്ലേ പറയില്ല. അത് ഞാൻ ഏറ്റെടുത്തു. ധൈര്യമായിട്ടിരിക്കും. അത് ഞാൻ ഏറ്റെടുത്തു. ഒന്നും മനസ്സിൽ വിചാരിക്കരുത്. ഞാനൊരു വിവരമില്ലായ്മയാണ് പറഞ്ഞതെന്ന് കണക്കാക്കുക. അതെ, പ്രഷറിന്റെ ഗുളിക ഞാൻ ഒരെണ്ണ കഴിച്ചോണ്ടിരുന്നത്. അതിപ്പോ 2-3 ആയിട്ടുണ്ട്. എത്ര വേണമെങ്കിലും കഴിച്ചോളൂ. അതിന് ഒരാളിവിടെ എതിരല്ല. ഒരാൾ എതിർക്കില്ല. എന്ത് നോക്കി നിക്കുക? പോടോ. അല്ല മേഡാണ് പോണ്ടത്. മേഡത്തിന്റെ റൂം അതാണ്. എന്റെ റൂം ഇതല്ല. ഞാൻ പിടിക്കല്ലേ. ഇവിടെ ഉള്ള എല്ലാത്തിനും ഉണ്ടല്ലോ. മേഡം എന്താ? ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട നോന്ന് പറയരുത്. എന്താ? പ്രഷറിന്റെ ഗുളി ഒരെണ്ണം എടുക്കാണ്ടാവോ? ഇല്ലെങ്കിൽ വേണ്ട. കുഴപ്പമില്ല. പ്രഷർ കൂട്ടണ്ട. കുഴപ്പമില്ല. തലവേദനിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സഹയാത്രികരെ, സാധാരണമായി നമ്മൾ കൂടാറുള്ള ഒരു പാർട്ടി മീറ്റിംഗ് അല്ല ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. കാലങ്ങളായി ഞാനും എൻ്റെ സഹയാത്രികയുമായ സാറാമ്മയും ഒരേ കർമ്മമണ്ഡലത്തിൽ ജോലി ചെയ്തു വരുന്നവരാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരുന്നവരാണ്. ഇന്ന് ആ പ്രവർത്തന മേഖലയിൽ നിന്ന് കുറെ കൂടി മറ്റൊരു തലത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വിവാഹിതരാവുകയാണ്. വിവാഹം എന്നുള്ളത് 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പാർട്ടിക്കാര്യം കൂടിയാണ്. തുല്യത എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി മറ്റു കാര്യങ്ങൾ പറയുന്നതിനായി സാറാമ്മ മേഡത്തെ അല്ല സാറാമ്മയെ ക്ഷണിച്ചോളൂ. സുഹൃത്തുക്കളെ, വിവാഹം എന്നത് ആഘോഷവും പ്രഹസനവുമാവുന്ന ഇക്കാലത്ത് ആ ചടങ്ങ് വളരെ ലളിതമായിട്ട് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിവാഹത്തിനായി ചെലവാകേണ്ടിരുന്ന ആ തുക ചാരിറ്റിക്കായിട്ട് വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതെന്റെ മാത്രം തീരുമാനമല്ല, പങ്കുവേട്ടന്റെ കൂടെ തീരുമാനമാണ്. എന്നാ പിന്നെ ഇനി ചടങ്ങിലേക്ക് കടക്കാം അല്ലേ പങ്കുവേട്ട? ഓ, ആഹാരം എടുത്തോളൂ. ആഹാരം ഈ ചടങ്ങ് കഴിഞ്ഞല്ലേ മാഡം എടുക്കേണ്ടത്?
നമ്മുടെ അണികളല്ലേ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. ആഹാരമല്ല, ആയിരിക്കുന്ന ഹാരം ഇങ്ങെടുത്തോളൂ. സോറി. ഇതാണ് ആഹാരം. താങ്ക് യു. എന്നാ ആദ്യം മിസ്റ്റർ പങ്കജാക്ഷൻ, അല്ല പങ്കുവേട്ടന് ഇട്ടോളൂ. ആണല്ലേ? എങ്ങനെയുണ്ട്? എന്തായി കാണിക്കണേ? ഇങ്ങോട്ടിട്. അയ്യോ, ഇത് ആദ്യമായിട്ടോ ഇതുകൊണ്ടേ. എനിക്കൊരു 4 5 കഴിഞ്ഞല്ലോ. എന്താണ് മിസ്റ്റർ പങ്കജാക്ഷൻ? ഇട്. പങ്കി, നീ എന്താണ് കാണിച്ചത്? പാർട്ടി പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. നീ എന്ത് ധൈര്യത്തിലത് ചെയ്ത്? പാർട്ടി കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തില്. നാത്തൂനെ? ആരാണ് ഇതിന്റെ നാത്തൂൻ? ചേച്ചിന്റെ പെങ്ങളല്ലേ? ആ, ഭർത്താവിന്റെ പെങ്ങളെ പിന്നെ നാത്തൂനെ എന്നല്ലേ വിളിക്കേണ്ടത്? മിണ്ടിപ്പോരുത് നീ. എന്റെ ആങ്ങളേനെ നീ എന്നെ തട്ടിയെടുത്തല്ലേടി. പങ്കുവേട്ടാ, ചേച്ചിയുടെ അനുഗ്രഹം വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഞാൻ ആരുടെയും കാല് വീഴില്ല, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹം വേണ്ട. അയ്യോ, സാറാമയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. വേണ്ട കേട്ടോ. വേണ്ട ചേച്ചി, അനുഗ്രഹം വേണ്ട. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് കയറാം. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കില്ല ഞാൻ. ചത്താലും ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കില്ല ഞാൻ. ഞാൻ സമ്മതിക്കില്ല. ചത്താലും ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. സീതേ, സമ്മതിക്കില്ല. സമ്മതിക്കില്ല. സീതേ, സീതേ, ഞാൻ സമ്മതിക്കില്ല കേട്ടോ. എന്ത് പറ്റിയടി എനക്ക്? അല്ല, എന്തോ സമ്മതിക്കത്തില്ലെന്നാ? എന്നെ ചതിച്ചു കേട്ടോ. എന്നോട് ചതിച്ചല്ലോ. എടി, ആര് ചതിച്ചെന്നാ? കല്യാണം കഴിച്ചു. ഞാനോ? നിങ്ങൾ കല്യാണം കഴിച്ച എനിക്കെന്ത് വേണം? ആര് കല്യാണം കഴിച്ചതാണ്? പങ്കി സാറാമേ. അപ്പൊ ആ കല്യാണത്തിന് നമ്മുടെ കുടുംബക്കാരെല്ലാരും ഉണ്ടായിരുന്നോ? കുടുംബക്കാരൊന്നുമല്ല, പാർട്ടിക്കാരായിരുന്നു. പാർട്ടിക്കാരാണോ? അപ്പൊ ചെലവ് കുറച്ചുള്ള കല്യാണമായിരുന്നല്ലോ അത്. സമ്മതിക്കില്ല ഞാൻ. കൊല്ലം ഞാൻ. സമ്മതിക്കില്ല. ഞാൻ മുടക്കും നോക്കൂ. എന്തിനാ മുടക്കുന്നേ? കല്യാണം നടക്കട്ടെ സീതേ. കൊല്ലം ഞാൻ. പങ്കിയാണോ? അല്ല, നിങ്ങളെ. എന്നെയോ? ആ, ഇന്നിപ്പോ ഇത്രയും സമയം ആയില്ലയോ? നാളെ കാണാൻ കൊല്ലാം. നീ തൽക്കാലം കിടക്ക്. സമ്മതിക്കില്ല. നീ ഉറക്കത്തിന് മുടക്കാൻ പോവാ. എന്നെ ചതിച്ചില്ലേ? ഉറങ്ങാനും സമ്മതിക്കത്തില്ലെന്ന് എന്താ? അങ്ങോട്ട് നോക്കി. കുറേ നേരമായി തുടങ്ങിട്ട്. അമ്മേ, അമ്മ ഈ മരണ വീട്ടിലിരുന്ന് കരയും പോലെ കരയണേ? അമ്മോട് ചോദിച്ചിട്ടില്ലേ? എന്റെ മനസ്സും ശരീരമൊക്കെ മരവിച്ചു പോയി അപ്പുണ്ണി. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ പറയാമേ, കേക്കട്ടെ. പറഞ്ഞിട്ട് എന്തിനാ നിങ്ങളെ ഇവിടെ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട്? എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അമ്മ കാര്യം പറഞ്ഞോ? അത് ശരി. അപ്പൊ നിന്റെ പെറ്റെന്നുള്ള കറിയുമ്പോ നിനക്ക് വിഷമമൊന്നുമില്ല അല്ലേ? അല്ല, അമ്മയുടെ കണ്ണീര് കാണുമ്പോ വിഷമമുണ്ട്. അമ്മ പറയാൻ പോണ കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് വിഷമമില്ല. ഒന്നുമില്ല, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ എന്നോട് പറയുന്നാ? നിന്നോട് പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല. എന്നാ പിന്നെ അമ്മ ഇങ്ങനെ തന്നെ ഇരുന്ന് കരഞ്ഞോ? അങ്ങനെ പറയുന്നു കേട്ടോ, നമ്മുടെ അമ്മയല്ലേ. അമ്മ കരഞ്ഞോ? പോടാ അവിടുന്ന്. അതപ്പൊ നന്നായി.
ഷാഹിന എനിക്കിത് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട കേട്ടോ. അല്ല മാഡം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ഹെൽത്തിന് നല്ലതല്ലാന്ന് മാഡം തന്നെയല്ലേ പറഞ്ഞേ? ചിലരുടെ വായിന്ന് ഇന്നലെ എനിക്ക് വയറ് നിറച്ച് കിട്ടി, അതുകൊണ്ട് ഇത് വേണ്ടാത്തത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സാറാമ്മ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. അത് പറഞ്ഞ പറ്റില്ല, എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പുണ്ണി ഒന്ന് എഴുന്നേറ്റെ. പറ. നിങ്ങൾ പാർട്ടിക്കാർ വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ കല്യാണം നടത്തുന്നത് ശരിയായ നടപടിയാണോ? എന്തുവാ? നിങ്ങൾ പാർട്ടിക്കാരെ വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ കല്യാണം നടത്തുന്നത് ശരിയാണോ അല്ലയോ എന്ന്. കല്യാണം നടത്തുന്നതല്ല പാർട്ടിക്കാരുടെ ജോലി. അവർക്ക് വേറെ 100 കൂട്ടം പരിപാടി വേറെ ഉണ്ട്. എന്നാ പിന്നെ ആ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്താൽ പോരെ? മീശ പോലും മുളയ്ക്കാത്ത ആൾക്കാരുടെ കല്യാണം പാർട്ടി എന്തിനാ നടത്തി കൊടുക്കുന്നത്? മീശ പോലും മുളയ്ക്കാത്ത ആരുടെ കല്യാണം ഇപ്പൊ പാർട്ടി നടത്തി കൊടുത്തത്? ഓ, ഒന്നും അറിയാത്ത പോലെ. അമ്മ ആരുടെ കല്യാണക്കാരെ ഉദ്ദേശിക്കണേ? നിന്റെ അച്ഛന്റെ. അച്ഛന്റെ കല്യാണം ഇനിയും പാർട്ടിക്കാർ നടത്തി കൊടുക്കണോ? ആടോ മാഡം, എന്റെ പൊന്നു കൊച്ച, നിന്റെ അമ്മായിമ്മക്ക് തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നതാ. എനിക്ക് തലയ്ക്ക് വെളിവില്ലായിരിക്കും. എന്താ രണ്ടുപേരുടെ ഉദ്ദേശം? ഏത് 2 പേര്? നിന്റെയും പങ്കിയുടെയും. അരമണിക്കൂർ കഴിയുമ്പോ ഞാനും മിസ്റ്റർ പങ്കജാഷിനും ഒരുങ്ങി ഇവിടുന്ന് ഇറങ്ങും. എങ്ങോട്ട്? 7ാം വാർഡിലോട്ട്. അതെന്തിനാ? അവിടെ ഇന്ന് തെങ്ങും തൈ വിതരണമുണ്ട് പഞ്ചായത്തിന്റെ വക. ഇന്നോ? ആ. അപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്ക് വരാൻ പറ്റുമോ? എന്റെ പൊന്നപ്പുണ്ണി, അത് 7ാം വാർഡിലല്ലേ, ഇത് 14ാം വാർഡല്ലേ? ആ, നേരാ. എന്നാ ഞാനില്ല. ആ. അല്ലാതെ ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പരിപാടി കഴിഞ്ഞ ഉടനെ അവൻ എങ്ങോട്ട് അയച്ചേക്കണം? അമ്മ ഇങ്ങനൊക്കെ പറയുമ്പോ അങ്ങേമ്മ എന്താ കൊച്ചു കുട്ടിയാണോ? എന്റെ പൊന്നു കൊച്ച, അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു മീശ മുളയ്ക്കാത്ത ഒരു കൊച്ചു ചേർക്കനാ. അതുകൊണ്ടല്ലേ അതിനെ ഇപ്പോഴും കല്യാണം കഴിപ്പിക്കാതെ ഇവിടെ നിർത്തിയേക്കുന്നത്. ആ, എന്റെ ആങ്ങളേനെ എനിക്ക് ഇഷ്ടമുള്ളവളെ നിർത്തും. നീ അറിയാം അതൊക്കെ ചോദിക്കാനായിട്ട്. മാഡം ചെല്ലാൻ നോക്കാം. അമ്മ വേറെ മൂഡിലാ ഇപ്പം. ഇത് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി എന്താ? എന്റെ അനിയനെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കരുത്. ഒരെണ്ണത്തിന് തലയ്ക്ക് വിടുവില്ല, വെള്ളിയാഴ്ചയില്ല. അമ്മക്ക് ഇത് എന്താ പറ്റിയേ? അമ്മ എന്തിനാ അമ്മ സാറമ്മ മാഡത്തിനോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയേ? അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല. കുറച്ച് കഴിയട്ടെ, അപ്പൊ അമ്മ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, അമ്മ പറഞ്ഞ മീശ മുളയ്ക്കാത്ത ആളാരായിരിക്കും? എന്റെ അപ്പുണ്ണിയുടെ പങ്ക്യാമനെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. പങ്ക്യാമനെയാണോ? ആ, പങ്ക്യാമനും മീശ മുളക്കേട്ടല്ലോ, വന്ന മീശ പഠിക്കല്ലേ? അത് പോയിട്ട് അമ്മയോട് പറഞ്ഞിട്ട് വാ. അമ്മേ, അല്ലെങ്കിൽ വേണ്ട. രണ്ടും കൂടെ എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ഞാനങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന വിചാരം. നിങ്ങളുടെ അളിയനെ പറ്റിയാ ഈ പറയുന്നത്. ഒന്നും പറയാനില്ലേ? സീതേ, അതെ, അത് എനിക്ക് നിന്നോട് പറയാനുള്ളതേ. പക്ഷെ ഞാൻ പറയുന്നത് നീ സമാധാനത്തിൽ നിന്ന് കേൾക്കണം. വേണ്ട, പറയണ്ട, ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലായി എന്താ പറയാൻ പോകുന്നതെന്ന്. ഓ വന്ന കൊള്ളൻ. ചേച്ചി, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയിലൊന്ന് പക്വതയോടുകൂടെ പെരുമാറിക്കൂടെ? എനിക്ക് പക്വത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. പക്വത ഇല്ലായിരുന്നെങ്കിലേ സീതാലക്ഷ്മി ഇങ്ങനെ അല്ല പെരുമാറുക. ചേച്ചീനെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷയും എനിക്ക് തീർന്നിട്ടളിയാ. സീതാലക്ഷ്മി, നീ ഈ വീട്ടിൽ പെരുമാറുന്ന പോലെ ആ സാറാമാടത്തിനോട് പെരുമാറിയത് ഒട്ടും ശരിയായില്ല. ബലരാമേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടായി പറയണത്? ഇവനെ അനന്തം ചെയ്ത പോലെ ആ സാറാമേനെ രഹസ്യവിവാഹം ചെയ്തിട്ടല്ലേ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതെന്നാണ് എന്റെ സംശയം. ഇനി അതും കൂടിയാ പറയാനുള്ളൂ. സീതേ, പങ്കി നമ്മളോട് പറയാതെ ഒരു രഹസ്യ വിവാഹം നടത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആനന്ദനും അപ്പുണ്ണിയും അമ്പിളിയൊക്കെ ചെയ്തതേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളായിരുന്നോ ബലരാമേട്ടാ? നിങ്ങളുടെ 3 മക്കളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത്. പങ്കി അത്രക്കാരനല്ല. കള്ളി വെളിച്ചത്താവുന്നവരെ എല്ലാ കള്ളന്മാരും ഇത് തന്നെ പറയാ. മതി മതി മതി, നിർത്തിക്കോ. ഇനി നിന്റെ റൂട്ട് മാറിപ്പോവും. ചേച്ചി, ഒരു കാര്യം ചെയ്യണം. ദയവ് ചെയ്ത് ഈ സ്വഭാവം കൊണ്ട് ആ സാറാമ്മയുടെ അടുത്തേക്ക് ഇനി പോരുത്, പ്ലീസ്. അയ്യടാ, അവൾ ഇവിടെ നിന്നാലല്ലേ ഞാൻ അങ്ങോട്ട് ചെല്ലേണ്ടുള്ളൂ. അവളോടെ എത്രയും പെട്ടെന്ന് നീ പടി ഇറങ്ങിക്കോളാൻ പറഞ്ഞു.
ചേട്ടാ അവരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കാശ് മേടിച്ചിട്ട് അവരെ എങ്ങനെ ഇറക്കി വിടാനാന്നും? അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. നിനക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് നീ തിരിച്ചു കൊടുത്തേക്ക്. അങ്ങനെ കാശ് കൊടുത്താൽ മാത്രം തീരുന്ന കാര്യമല്ല ചേച്ചി ഇത്. എഗ്രിമെന്റ് ഉണ്ട്, എഗ്രിമെന്റ്. അതിന്റെ കാലാവധി തീരാനൊരു പടി അങ്ങോട്ട് ഇറങ്ങില്ല സാറാമ്മ. ഓഹോ, ഇത് അവളുടെ തീരുമാനമാണോ അതോ നിന്റെ തീരുമാനമാണോ? അത് സാറാ മേഡത്തിന്റെ തീരുമാനം. ഞാനത് ചേച്ചിനോട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാ എന്റെ തീരുമാനം കേട്ടോ. എഗ്രിമെന്റ് ഒന്നും സീതാലക്ഷ്മിക്ക് വിഷയമല്ല. അവളോട് അവളുടെ 5 പെട്ടിയെടുത്ത് എത്രയും പെട്ടെന്ന് ഈ പടി ഇറങ്ങിക്കോളാൻ പറയണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇറങ്ങും. മനസ്സിലായ? ചേച്ചി ഞാൻ പറയണു. നീ പറയണ്ട, ഒന്നും പറയണ്ട. എന്തായാലും അത് ആർക്കറിയാം, നിന്റെ പെങ്ങൾക്ക് വട്ടാ. സീതേച്ചേ, സീതേച്ചി. രാഘവ, എന്തേ നീ എന്താ അമ്മയെ വിളിച്ചേ? അല്ല, വെറുതെ ചേച്ചിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. നിനക്കിന്ന് പണി ഉണ്ടായിരുന്നില്ലേ? പണി കഴിഞ്ഞ് ഇതുവഴി ഒന്ന് കയറിയിട്ട് പോകാന്ന് കയറിയതാ. പണി കഴിഞ്ഞിട്ട് എന്തിനാ ഇതുവഴി വരണം? അതുവഴി നിന്റെ വീട്ടിലേക്ക് പോയാൽ പോരെ? അല്ല, അതുവഴി ഞാൻ പോയപ്പോ ഇതുവഴി ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. അതെന്തിനാണ്? ഇവിടുത്തെ ടെങ്കിലൊക്കെ നീ കയറിയതല്ലേ, പിന്നെ എന്തിനാ ഈ വഴി വന്നേ? എന്റെ പൊന്നപ്പുട്ടി, ഞാൻ പണി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമല്ലേ, അപ്പൊ സീത ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതങ്ങോട്ട് പറഞ്ഞാ പോരെന്നാല്. അതിന് നീ സമ്മതിക്കണ്ടേ? പോലീസുകാരെ പോലെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുകയല്ലേ, പറയാനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? അതുകൊണ്ടാ, നിനക്കൊന്നും പണിയൊന്നും ഇല്ലായിരുന്നു. എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ ഞാനിരിക്കണേ. ആ അമ്മേ, അമ്മേ ഒന്നങ്ങ് വന്നേ. അതേ, നീ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുവോ? നീ ഷാപ്പിലുള്ള മാത്രമല്ലേ കുടിക്കുള്ളൂ? രണ്ടിന്റെ കളറേ ഒരുപോലെയാണല്ലോ. ആ അത് നേരാ. അതെ, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചാ പോരെ? എന്തിനീ ഷാപ്പിൽ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ശരീരം കേടാക്കണേ? എന്റെ അപ്പുണ്ണി, കഞ്ഞിവെള്ളം കുടിച്ചാൽ തലക്ക് പിടിക്കില്ലല്ലോ. ആ ആ, ഞങ്ങൾക്ക് കുടിക്കും. ആണല്ലേ? ആ ഓ, അപ്പൊ എന്നാ കഞ്ഞിവെള്ളം എടുത്തത്? എന്താടാ പുണ്ണി? ആ അതെ, രാഘവന് ഇത്തിരി കഞ്ഞിവെള്ളം വേണമെന്ന്. ഇത്തിരി കഞ്ഞിന്റെ കൊടുത്തേക്കൂ. അല്ല, കഞ്ഞി വേണ്ട, കഞ്ഞിവെള്ളം മതി. എന്നാ നീ പൊക്കാ പുണ്യെ, അവന് വെള്ളം ഞാൻ എടുത്തു കൊടുത്തോളാം. ആ ഞാൻ പോട്ടാ. രാഘവ, നീ ഇരിക്ക്, ഞാൻ വെള്ളം എടുക്കാം. ആ അല്ല, എന്താടാ? കാര്യം പറയട്ടെ. എന്താടാ? ചേച്ചി, ആ, ആദ്യം എന്നിട്ട് ഒരു 500 രൂപ ഇങ്ങെടുത്തോണ്ട്. അപ്പൊ നിനക്ക് കഞ്ഞിവെള്ളം വേണ്ടേ? കഞ്ഞിവെള്ളം ഒന്നും എനിക്ക് വേണ്ട, 500 രൂപ ഇങ്ങെടുത്തോണ്ട് വാ. 500 രൂപയോ? നീ എന്താ തമാശ പറയാണോ? കാശിന്റെ കാര്യത്തിൽ രാഘവൻ തമാശ പറയലെന്ന് അറിയാമല്ലോ. ചേച്ചി അകത്ത് പോയി ഒരു 500 രൂപ എടുത്തോണ്ട് വാ. നീ ചോദിക്കുമ്പോ 500 രൂപ എടുത്തരാനേ ഇവിടെ നോട്ട് അടിച്ചു വെച്ചിട്ടൊന്നുമില്ല. നോട്ടൊക്കെ സർക്കാർ അടിച്ചോളും. സർക്കാർ അടിച്ച നോട്ടിൽ 500 രൂപ അകത്തിരിപ്പുണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. എടുത്തോണ്ട് വാ. അങ്ങനെ നിനക്ക് കടം തന്നാ നീ തിരിച്ചു തരുമെന്ന് എന്താ ഉറപ്പ്? കടവോ? ഞാൻ കടവായിട്ടൊന്നും അല്ല ചോദിച്ചത്, എന്റെ പ്രതിഫലമാണ് ഞാൻ ചോദിച്ചത്. എന്ത് പ്രതിഫലം? അയ്യോ, മറന്നുപോയോ? അന്ന് സാറാമ്മ മാടവേ ഇവിടുന്ന് പെട്ടിയും കിടക്കി എടുത്തോണ്ട് ഓടിയത് ഇടിവെട്ടുന്ന കേട്ട് പേടിച്ചിട്ടല്ല, നല്ല ഒന്നാം തരം ഓലപ്പടക്കം എറിഞ്ഞിട്ടാ. ആ ഓലപ്പടക്കം എന്നെ കൊണ്ട് എറിയിപ്പിച്ചത് ചേച്ചിയാണെന്ന് ചേച്ചി അങ്ങ് മറന്നു പോയോ? നീ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നാണോ? അയ്യോ, ഭീഷണിപ്പെടുത്താൻ വന്നതല്ല, പൈസയ്ക്ക് ഒരു അത്യാവശ്യം വന്നപ്പോ ചോദിക്കാൻ വന്നതേ ഉള്ളൂ. അല്ല, തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ മങ്ങിയമ്മാവനോട് ചോദിച്ചോളാം. 500 രൂപയല്ലേ, അത് ഞാൻ തന്നോളാം. പക്ഷെ നീ മിണ്ടി പോരുത്, ഇവിടെ അനങ്ങാതെ നിന്നോണം. ആ, ഒരു 20 രൂപ എടുത്തോണേ. സമയം പോണു. അതെ, ഇത് മേടിച്ച് മിണ്ടാണ്ട് പൊക്കോണം. എന്നാ ഇനി ഇതിന്റെ പേരിൽ കാശും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരരുത്. അത് ഞാൻ ഷാപ്പിൽ പോയി 2 എണ്ണം അടിച്ചിരുന്നിട്ട് ആലോചിച്ചിട്ട് പറയാം കേട്ടോ. 500.
പങ്കിയേ എന്തായി? എന്താവാൻ? അല്ല സാറാമ്മ പോവാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയോ? ആ, പെട്ടി പാക്ക് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ആ, അവളുടെ പെട്ടിയും തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാ നിന്റെ വിധി. വിധി അതാണെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ ചേച്ചി. എന്ത് തന്നെയാലും അധികം വെച്ച് താമസിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറയണം. ഇറങ്ങിയില്ലെങ്കിൽ പഴയ പോലെ ഓലപ്പടക്കം എറിഞ്ഞ് ഓടിക്കുവോ? അതോ നാടൻ പോകുമ്പോ? എന്താന്ന്? അല്ല, എപ്പോഴും കാശ് വെച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ രാഘവനെ ഇനി നമുക്ക് ഏൽപ്പിക്കണ്ട. ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അത് മതിയോ? ചേച്ചിയുടെ അഭിപ്രായം എന്താ? എന്റെ റോൾ മോഡലായി നിന്ന ചേച്ചിക്ക് ഒന്നും പറയാനില്ല ഇപ്പോ?